നമുക്കിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെ ഇന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 1/4 നാഴി അരിയും 3/4 നാഴി ഉഴുന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 8 മണിക്കൂറിന് മേളിൽ എന്തായാലും കുതിർത്തിരിക്കണം, എന്നാലേ അത് സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു തവി ചോറും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും, ശരിക്കും നല്ലോണം സോഫ്റ്റായി വരും. അപ്പോൾ നമ്മൾ നല്ലോണം അരച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് ഈസ്റ്റും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറും കൊണ്ട് നമുക്കിത് പുളിച്ച് കിട്ടും. പുളിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ മാവൊന്ന് ഇതായി വരും, അതിന് പുളിയൊന്നും കാണത്തില്ല, പുളിയുടെ ആ ഒരു സംഭവമൊന്നും കാണത്തില്ല. എങ്കിലും നല്ല ടേസ്റ്റോടുകൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 8 മണിക്കൂറൊക്കെ നമ്മൾ പുളിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലോണം പൊങ്ങി നല്ല സെറ്റായിട്ട് വരും ഈ ഇഡ്ഡലിയൊക്കെ കേട്ടോ. ഇഡ്ഡലി ആയാലും ശരി, ദോശയായാലും ശരി, രണ്ടിനും ഒരു ചേരുവ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് ഈ ഇഡ്ഡലിക്കൂട്ടോ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ തട്ടിനകത്ത് നമ്മൾ നല്ലെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം തിളച്ച് ആവി പൊങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തട്ടിലേക്ക് ഈ മാവ് കോരി ഒഴിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അത്ര സെറ്റാകുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലോണം ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനകത്തേക്ക് ഈ മാവ് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിൽ നിന്ന് അതായത് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, ഒന്ന് കോരി എടുത്ത് നമ്മളതിങ്ങനെ കുറേശ്ശെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പം അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോരി ഒഴിച്ച് നമ്മളിങ്ങനെ സെറ്റാക്കി എടുക്കുക. രണ്ടാമത് വീണ്ടും നമുക്കിതേ തന്നെ ഇതുപോലെ എണ്ണ തൂത്തങ്ങ് വെച്ചാൽ മതി. നല്ലോണം ഇതിങ്ങനെ അടന്നു പോരും ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം എടുത്ത് വെച്ചു, മൂടി വെച്ചു, വേവിച്ച് ഉണ്ടോ, വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നോക്കി ഇത് ഇങ്ങനെയായെന്നുള്ളത്. അപ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, നല്ല സോഫ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.